ഹായ് ഹലോ എവരിവൺ. കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിഷ ചേച്ചി എത്തുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നത് കുറേ പോസ്റ്റർ എല്ലാം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കണക്ട് ആവുന്നുണ്ട്. കുറെ ഇപ്പൊ ഈ റീസെന്റ് ആയി നടന്ന ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഈ സിനിമയെ പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഒരു നമ്മൾ ജനറേഷനിൽ സംഭവിക്കുന്ന കുറെ നമുക്ക് സങ്കടകരമായ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമുക്ക് എന്താ പറയുക തടയിടാൻ ഉപകരിക്കുന്നൊരു സിനിമയാണ്. കാരണം അവിടെ നടന്നൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ കുടുംബത്തെ അല്ലെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. അപ്പൊ ഇതില് എന്ത് റോളാണ് ചേച്ചി എത്തുന്നത്? ഇതിനകത്ത് നായകൻ പയ്യന്റെ അമ്മയായിട്ട് അജാസിന്റെ അമ്മയായിട്ട്. അപ്പൊ റിയൽ ലൈഫിലും ചേച്ചി ഒരു അമ്മയാണ്, പെൺകുട്ടികളുടെ അമ്മയെന്ന് എടുത്തു പറയണം. അപ്പൊ നമ്മൾക്ക് അറിയാം എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്ന്. അപ്പൊ ഈ ആൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയില് ഇപ്പോ സിനിമയിൽ വരുമ്പോ എന്താ തോന്നുന്നത്? ലൈക്ക് ആ ഒരു അമ്മ എന്ന നിലയിൽ എന്തൊക്കെ തോന്നുന്നു? അമ്മ എന്ന നിലയിൽ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ആൺകുട്ടികളാവുമ്പോ നമുക്ക് ഇപ്പൊ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കുള്ളിൽ പ്രശ്നങ്ങളാണ്, ഭയമാണ് അല്ലേ? നമുക്ക് വീട്ടിലിരിക്കുന്ന പാരന്റ്സിനാണ് എപ്പോഴും ടെൻഷൻ ഉണ്ടാവുന്നത്. സമാധാനം നഷ്ടപ്പെട്ടു പോകും അല്ലേ? അപ്പോ ഈ കഥ കാലം പറഞ്ഞ കഥ എന്ന് പറയുമ്പോൾ ഇപ്പൊ വെഞ്ഞാറമ്മൂട് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അതിന്റെ പോസ്റ്റേഴ്സും കഥയുടെ ഒരു പശ്ചാത്തലമൊക്കെ വന്നപ്പോ അപ്പൊ ഇങ്ങനത്തെ റെലവെന്റ് അല്ലെങ്കിൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും സിനിമയായിട്ട് വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല കാര്യമല്ലേ? കാരണം നമുക്ക് എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു എന്നുള്ളത് സമൂഹം അറിയണമല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് അത് തരണം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിർത്തലാക്കാം എന്നതിനെ കുറിച്ചൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ലേ. അപ്പൊ അത് സിനിമയാകുന്നത് നല്ല കാര്യം തന്നെയാണ്. എങ്ങനെയുള്ള ഒരു അമ്മേനെ ഈ സിനിമയിൽ മുഴുവനായിട്ട് വന്നു? ഇതിലെ അമ്മ അത് എന്താ എങ്ങനെയുള്ള അമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു അമ്മ. മക്കൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്നൊരമ്മ. പൊതുവെ അപ്പൊ അമ്മ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോ ഇച്ചിരി കൂടി ഇമോഷണൽ ടച്ച് വരുന്ന ഒരു അമ്മയായിട്ടാണല്ലോ കാണാറ്. മക്കളെ ഇതേപോലെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരായിട്ട് ഇപ്പൊ നമ്മളെ ഉപ്പുമുളകിൽ ഇച്ചിരി കൂടെ ഒരു ബോൾഡ് ഏരിയയാണ്. പക്ഷെ ബാക്കി മൂവീസിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ ടച്ച് ക്യാരക്ടേഴ്സ് അല്ല ചെയ്യുന്നത്. ഈ സിനിമയിലും അങ്ങനെ തന്നെ ഒരു ഇമോഷണൽ ടച്ച് തന്നെയാണ്. ഇമോഷണൽ എന്ന് വെച്ചാല് അതിലെ പോലെയല്ല, കുറച്ച് ഞാൻ പറയുന്നത് ഭയങ്കര ഇന്നസെന്റ് ആണ്. എന്താണ് മക്കൾ പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നതാണെന്ന് വിശ്വസിച്ചിട്ട് അതിലൂടെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മള് അപ്പൊ മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബത്തിൽ ആരാണെങ്കിലും എല്ലാവരും പറയുന്നത് അതേപടി എഴുതാതെ നമ്മൾ അതില് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും.